ഒരാൾ സങ്കടപ്പെട്ട് പറയുന്നത്, നമ്മളോടൊരു കാര്യം പറയുന്നത് ഒരിക്കലും അതിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടിയോ സൊല്യൂഷന് വേണ്ടിയിട്ടല്ല. അതിന് നമ്മൾ ഷെയറിങ് എന്ന് പറയും. ഈ ഷെയറിങ് എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു സൊല്യൂഷന് വേണ്ടിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഷെയറിങ് ഉണ്ട്. അത് നമ്മളൊരു അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ വാപ്പ മക്കളോട് പറയണത്, മക്കൾ വാപ്പയോട് ഉമ്മയോടും പറയണത്, ഭാര്യ ഭർത്താവിനോട് പറയണതൊക്കെ എന്താ വെച്ചാൽ അവിടെ വിഷമങ്ങളെ പങ്കുവെക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അത് കേൾക്കുക വേണ്ടത്. ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അവർക്ക് ഇങ്ങോട്ട് അത് നമ്മളിലേക്ക് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അതിനെ നമ്മൾ നിരാകരിക്കുന്നു എന്ന് വന്നാൽ അവിടെ ഷെയറിങ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എനിക്കൊരു സാധനം തരുമ്പോൾ ഞാനത് വാങ്ങണ്ടേ? അതെ, മനസ്സിലായി. നിങ്ങൾ എനിക്കൊരു സാധനം തരുമ്പോൾ ഞാനത് വാങ്ങണം. വാങ്ങുമ്പോൾ മാത്രമാണ് അവിടെ ഷെയറിങ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന സങ്കടങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന ഫീലിംഗ് ഇല്ലാത്തിടത്തോളം കാലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾ വന്നിട്ട് ഭർത്താവിനോട് പറയും, ഉമ്മ എങ്ങനെയാണ് അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണം, ഉമ്മ എന്താ ചെയ്യണം, ഞാൻ ക്ഷമിക്ക്, നമ്മൾ പിന്നീട് മാറിപ്പോവും, നമുക്ക് ജോലി ഇട്ട് അങ്ങോട്ട് പോവാം എന്നൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഈ വിഷമത്തെ ഭർത്താവ് ഉൾക്കൊള്ളുന്നില്ല. നേരെ വെച്ചാൽ അദ്ദേഹം കേട്ടിരുന്നാൽ മതി.